അപ്പൊ ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. അപ്പൊ ഇതിന്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത് ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും ഉണ്ട്. ഇതിന് പർട്ടിക്കുലേഴ്സ് കോളം, എമൗണ്ട് കോളം, അത് ഡെബിറ്റിലും ഉണ്ട് ക്രെഡിറ്റിലും ഉണ്ട്. ഓക്കെ, നമ്മുടെ നോർമൽ ഫോർമാറ്റ്, ഒരു അക്കൗണ്ടിന്റെ ഫോർമാറ്റ്, ഹെഡിങ് കൊടുക്കണം, പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്ന് കൊടുക്കണം. പിന്നെ ഈ ഒരു അക്കൗണ്ടിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മളിപ്പോ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നമ്മൾ പഠിച്ചായിരുന്നല്ലോ കഴിഞ്ഞ വർഷം, സോൾ പ്രോപ്പറേറ്ററുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അല്ലേ? അതിൽ നമ്മൾ ബിസിനസിന്റെ ഇൻകവും എക്സ്പെൻസും കാര്യങ്ങളും ഒക്കെ റെക്കോർഡ് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്ന് പറയുമ്പോൾ പാർട്ട്ണർഷിപ്പിൽ ഒരു പാർട്ട്ണർക്ക് കിട്ടേണ്ട സാലറി, പാർട്ട്ണർക്ക് കൊടുക്കേണ്ട ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, അതായത് അവരുടെ അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റ്, നമ്മുടെ ആക്ച്വൽ ബിസിനസ് എക്സ്പെൻസ് എല്ലാം കഴിഞ്ഞിട്ട് പാർട്ട്നേഴ്സിന് എന്തൊക്കെ പേയ്മെന്റ് വരുമോ ആ പേയ്മെന്റുകളെല്ലാം കൊടുക്കാനും, പിന്നെ പാർട്ട്ണറിന്റെ സൈഡിൽ നിന്ന് നമുക്ക് കിട്ടാനുള്ള ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, അതേപോലെയുള്ള ഇൻകംസ്, അതൊക്കെ നമുക്ക് പാർട്ട്ണർഷിപ്പിൽ റെക്കോർഡ് ചെയ്യാനും വേണ്ടിയാണ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ പാർട്ട്നേഴ്സിന് കൊടുക്കുന്ന പേയ്മെന്റ്സ് മാത്രമായിരിക്കും മിക്കപ്പോഴും പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിനകത്ത് ഉണ്ടാവുന്നത്. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ വരുന്നത്, നമ്മൾ ലോസ് ആണെങ്കിൽ അതിനെ നമ്മൾ ക്യാരി ഡൗൺ ചെയ്ത് കൊണ്ടുവരും. പി ആൻഡ് എൽ അക്കൗണ്ടിൽ നിന്ന് ലോസ് ആണെന്നുണ്ടെങ്കിൽ ആ ലോസിനെ നമ്മൾ ഡെബിറ്റ് സൈഡിലോട്ടാണ് കൊണ്ടുവരുന്നത്. ഇനി പി ആൻഡ് എൽ അക്കൗണ്ടിൽ പ്രോഫിറ്റ് ആണെങ്കിൽ നമ്മൾ അതിനെ ക്രെഡിറ്റ് സൈഡിലോട്ടാണ് കൊണ്ടുവരുന്നത്, പ്രോഫിറ്റ് ആണെങ്കിൽ. ഓക്കെ, അത് നമുക്കറിയാമല്ലോ. നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ പ്രോഫിറ്റ് ആണെങ്കിൽ നമുക്ക് ക്രെഡിറ്റ് സൈഡിൽ കൊണ്ടുവരും, ലോസ് ആണെങ്കിൽ ഡെബിറ്റ് സൈഡിൽ നമ്മൾ എടുത്തെഴുതും ആദ്യത്തെ ഐറ്റം. പിന്നെ വരുന്നതെന്ന് വെച്ചാൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ പാർട്ട്നേഴ്സിന് കൊടുക്കണമെങ്കിൽ അത് ഡെബിറ്റ് ചെയ്യണം. പാർട്ട്നേഴ്സിന് ആരെങ്കിലും സാലറി കൊടുക്കണമെങ്കിൽ അത് ഡെബിറ്റ് ചെയ്യുക. എക്സ്പെൻസിനെ എല്ലാം, പാർട്ട്നേഴ്സിന് എന്തൊക്കെ പേയ്മെന്റ് വരുന്നുണ്ടോ അതെല്ലാം ഫേമിന് എക്സ്പെൻസാണ്. ആ എക്സ്പെൻസ് എല്ലാം നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്ത് കൊടുക്കണം. പിന്നെ കമ്മീഷൻ ടു പാർട്ട്ണർക്ക് കമ്മീഷൻ കൊടുക്കുവാണെങ്കിൽ അതും നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഉള്ളത് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ ഓർ കറണ്ട് അക്കൗണ്ട്. വേറെ എന്തെങ്കിലും പ്രോഫിറ്റോ മറ്റോ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതും കൂടി പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ തന്നെ എഴുതേണ്ടത്. ഇനി പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്താലാണ് നമ്മൾ ഡെബിറ്റിൽ എഴുതുന്നത്. പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് പ്രോഫിറ്റ് ആണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തതെങ്കിൽ ഡെബിറ്റിൽ എഴുതും. ലോസ് വല്ലതും ആണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ളതെങ്കിൽ ക്രെഡിറ്റിൽ, ബൈ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് അല്ലെങ്കിൽ കറണ്ട് അക്കൗണ്ട്. പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് നമ്മൾ എഴുതുന്നത് എപ്പോഴാണ്? നമ്മൾ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ അക്കൗണ്ട് ഫോളോ ചെയ്യുമ്പോഴാണ് നമ്മൾ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് എഴുതുന്നത്. നമ്മൾ ഫിക്സഡ് ക്യാപിറ്റൽ അക്കൗണ്ട് ആണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ നമ്മൾ പാർട്ട്നേഴ്സ് കറണ്ട് അക്കൗണ്ട് എന്നായിരിക്കും എഴുതുന്നത്. അതുകൊണ്ട് അങ്ങനെ സ്ലാഷ് ഇട്ട് രണ്ടും എഴുതിയിരിക്കുന്നത്. ഓക്കെ, പിന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ ആകെ വരുന്ന ഇൻകം എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് മാത്രമാണ്. ഫേമിന് വേറെ ഇൻകം ഒന്നും വരാനില്ല. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ അവർക്ക് വേറെ ഒരു ഇൻകവും വരാനില്ല. ആകെയുള്ള ഇൻകം ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് മാത്രമാണ് ക്രെഡിറ്റ് സൈഡിൽ വരുന്നത്. ഓക്കെ, വേറൊന്നും വരത്തില്ല കേട്ടോ. അപ്പൊ ഇത്രയും സംഭവങ്ങൾ നമുക്ക് ആകെ ഉള്ളൂ. എക്സ്പെൻസുകളെല്ലാം നമ്മൾ ഡെബിറ്റ് സൈഡിൽ എഴുതും. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, സാലറി, കമ്മീഷൻ ടു പാർട്ട്ണർ, ഇതൊക്കെയാണ് മെയിൻ ഐറ്റംസ്. പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുണ്ടെങ്കിൽ ഒന്നുകിൽ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്, അത് നമ്മൾ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് ഫോളോ ചെയ്യുവാണെങ്കിലാണ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് എഴുതുക. നമ്മൾ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് ആണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ പാർട്ട്നേഴ്സ് കറണ്ട് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടായിരിക്കും പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എഴുതുന്നത്. ഇനി ലോസ് ആണ് നമുക്ക് വരുന്നതെങ്കിൽ, റീവാല്യൂഷൻ ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും നമുക്കിപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഒക്കെ ലോസ് ആണ് വരുന്നതെങ്കിൽ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ ഒക്കെ കഴിയുമ്പോൾ ലോസ് ആണ് വരുന്നതെങ്കിൽ ലോസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് ക്രെഡിറ്റ് സൈഡിൽ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് അല്ലെ പാർട്ട്നേഴ്സ് കറണ്ട് അക്കൗണ്ട് എന്ന് എഴുതും. ഇത്രയേ ഉള്ളൂ ഇതിന്റെ ഫോർമാറ്റ്. ഇനി ജേണൽ എൻട്രീസ് ആയിട്ട് പഠിക്കുമ്പോൾ നമുക്ക് കുറെ കൂടെ ക്ലിയർ ആവും. അപ്പൊ ആദ്യത്തെ ജേണൽ എൻട്രി, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്ന് പ്രോഫിറ്റ് ആണെങ്കിൽ അതെങ്ങനെ ട്രാൻസ്ഫർ ചെയ്യും? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. ഓക്കെ, അപ്പൊ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ പ്രോഫിറ്റ് ആണെങ്കിൽ നമുക്ക് ക്രെഡിറ്റ് സൈഡിൽ ഇതാണ് ക്രെഡിറ്റ് സൈഡിൽ. അപ്പൊ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്, ആ ജേണൽ എൻട്രി അതുപോലെ വന്നു. പിന്നെ ലോസ് ആണെങ്കിൽ ഓപ്പോസിറ്റ് സൈഡിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അതായത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ നമ്മൾ എഴുതും ടു പി ആൻഡ് എൽ അക്കൗണ്ട്. അത് നമ്മുടെ നെറ്റ് ലോസ് ആണെങ്കിൽ അത് ഫസ്റ്റ് ജേണൽ എൻട്രി ട്രാൻസ്ഫർ ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ്, അത് അവിടെ കഴിഞ്ഞു. രണ്ടാമത്തെ ജേണൽ എൻട്രി ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാണിക്കാൻ ആദ്യം നമ്മൾ എഴുതുന്നത് നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ തന്നെ. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ടു ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഇത്
പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ എഴുതണം ടു ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. പിന്നെ ആ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നമുക്ക് പാർട്ട്ണറിന് കൊടുക്കാനുള്ളത്. അപ്പൊ അതുകൊണ്ട് പാർട്ട്ണറിന് കൊടുക്കുമ്പോൾ ഉള്ള ജേണൽ എൻട്രിയും നമ്മൾ പഠിച്ചു വെക്കണം. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അല്ലെങ്കിൽ കറണ്ട് അക്കൗണ്ട്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അല്ലെങ്കിൽ കറണ്ട് അക്കൗണ്ട്. അങ്ങനെയാണ് അവർക്ക് കൊടുക്കുന്നത്. അതായത് അവരുടെ അക്കൗണ്ടിൽ അവരുടെ ക്രെഡിറ്റ് സൈഡിലാണ് അത് വരുന്നത്. കാരണം അവർക്ക് അത് റെസിപ്റ്റ് ആണല്ലോ. നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ട് ഓൾറെഡി പഠിച്ചതല്ലേ. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ പാർട്ട്ണർക്ക് റെസിപ്റ്റ് ആണല്ലോ അല്ലേ. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ പാർട്ട്ണർക്ക് റെസീറ്റ് ആയതുകൊണ്ട് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എഴുതണം. പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ. അത് കൂടാതെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിലും വരും. കാരണം അത് ഫേമിന് എക്സ്പെൻസ് ആയതുകൊണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് വരയ്ക്കുമ്പോൾ അതിനകത്ത് നമുക്ക് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഡെബിറ്റ് സൈഡിൽ എഴുതാൻ പറ്റത്തുള്ളൂ. ഫേമിന് അത് എക്സ്പെൻസ്. അതുകൊണ്ട് പാർട്ട്ണറുടെ ക്യാപിറ്റൽ എടുക്കുമ്പോൾ അയാളുടെ ക്രെഡിറ്റ് സൈഡിൽ നമുക്ക് എഴുതാം. കാരണം അവർക്ക് അത് ഇൻകം ആയതുകൊണ്ട്, പാർട്ട്ണർക്ക് അത് ഇൻകം ആയതുകൊണ്ട്. അപ്പൊ ആ രണ്ട് ജേണൽ എൻട്രിയാണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലുമായിട്ട് റിലേറ്റ് ചെയ്ത് നമ്മൾ പഠിക്കാനുള്ളത്. ഇനി ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ആണെങ്കിൽ അത് ഫേമിന് ഇൻകം. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ആണെങ്കിൽ പാർട്ട്ണർ ഫേമിന് കൊടുക്കേണ്ടത്. അത് അയാൾ വിഡ്രോ ചെയ്തുകൊണ്ട് പോയ എമൗണ്ടിന് കൊടുക്കേണ്ട ഇൻട്രസ്റ്റ് ആണ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. അത് ഫേമിന് ഇൻകം. അതുകൊണ്ട് നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ കാണിക്കേണ്ട ഐറ്റം ആണ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ അത് എഴുതണം ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. അത് നമുക്ക് എഴുതി. അത് ഫേമിന്റെ ഇൻകം. ഇനി ഇതെന്ന് പറയുന്നത് പാർട്ട്ണറിന് എക്സ്പെൻസാ. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് പാർട്ട്ണർ ഫേമിന് കൊടുക്കേണ്ടതാണ്. അപ്പോൾ അത് പാർട്ട്ണർക്ക് എക്സ്പെൻസ് ആണ്. അപ്പോൾ പാർട്ട്ണറിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ അയാൾക്ക് അയാളുടെ ഡെബിറ്റ് സൈഡിലേ വരുള്ളൂ. പാർട്ട്ണറിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. അവിടെ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിൽ വരണം ടു ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. ഇതാണ്ട് ഇവിടെ വരുന്നു ടു ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. കണ്ടല്ലോ. നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനിൽ ആദ്യം പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് വരയ്ക്കാൻ പറയും, പിന്നെ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് വരയ്ക്കാൻ പറയും. അപ്പൊ നമുക്ക് ഈ രണ്ട് ജേണൽ എൻട്രീസും അറിഞ്ഞിരിക്കണം. മനസ്സിലായോ? പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് എങ്ങനെ വരുമെന്നും പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എങ്ങനെ വരുമെന്നും അത് രണ്ടും കൂടെ ചേർത്ത് തന്നെ നമ്മൾ പഠിച്ചു പോകുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ഡ്രോയിങ്സ് വരെ ഉള്ളതൊക്കെ. ഇനി അടുത്തത് വരുന്ന പാർട്ട്ണറുടെ സാലറി. പാർട്ട്ണറുടെ സാലറി എന്ന് പറയുമ്പോൾ അത് ഫേമിന് പേയ്മെന്റും പാർട്ട്ണർക്ക് ഇൻകവും ആണ്. ഫേമിന് അത് പേയ്മെന്റ് ആണ്, പാർട്ട്ണർക്ക് അത് ഇൻകം ആണ്. ഫേമിന് പേയ്മെന്റ് എന്ന് പറയുമ്പോൾ ഫേമിന്റെ അക്കൗണ്ട് ആണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ നമ്മൾ ഡെബിറ്റ് സൈഡിൽ എഴുതും സാലറി ടു പാർട്ട്ണർ എഴുതി. ഇനി പാർട്ട്ണറിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ സാലറി അയാൾക്ക് ഇൻകം. അതുകൊണ്ട് പാർട്ട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ അയാളുടെ ക്രെഡിറ്റ് സൈഡിൽ വേണം അത് വരാൻ. പാർട്ട്ണർ റിസീവ് ചെയ്യുന്ന എല്ലാം ക്രെഡിറ്റ് സൈഡിലാണ് നമ്മൾ ഓൾറെഡി പഠിച്ചായിരുന്നു. അപ്പോൾ പാർട്ട്ണറുടെ സാലറിയും പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ സാലറി. ഓക്കെ. ആദ്യം നമ്മൾ സാലറി റെക്കോർഡ് ചെയ്യുന്നത് ഡെബിറ്റ് സൈഡ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. അത് കഴിഞ്ഞിട്ട് പാർട്ട്ണറിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിൽ സാലറി. ഇങ്ങനെയാണ് സാലറിയുടെ ട്രീറ്റ്മെന്റ്. അത് കഴിഞ്ഞു. പിന്നെ വരുന്നത് കമ്മീഷനും അങ്ങനെ തന്നെയാ. ഫേമിന് പേയ്മെന്റ് ആണ്, പാർട്ട്ണർക്ക് ഇൻകം ആണ്. ഫേമിന് പേയ്മെന്റ് ആയതുകൊണ്ട് തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിൽ ടു കമ്മീഷൻ ടു പാർട്ട്ണർ. പാർട്ട്ണറിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് വരുമ്പോഴത്തേക്കും അയാൾക്ക് അവിടെ റെസിപ്റ്റ് ആണ് ബൈ കമ്മീഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എഴുതും. ക്രെഡിറ്റ് സൈഡിൽ ബൈ കമ്മീഷൻ റെസിപ്റ്റ് ആണ്. അപ്പൊ അതും കഴിഞ്ഞു. ഇനി പ്രോഫിറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നത് ലോസ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. നമ്മൾ ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് വരയ്ക്കുമ്പോൾ ബാലൻസിങ് ഫിഗർ ഡെബിറ്റ് സൈഡിൽ കിട്ടിയാൽ നമുക്ക് ഇവിടെ പ്രോഫിറ്റ് ആയിരിക്കും, ക്രെഡിറ്റ് സൈഡിൽ കിട്ടിക്കഴിഞ്ഞാൽ ലോസ് ആയിരിക്കും. അപ്പൊ ലോസ് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിന് നമ്മൾ ക്രെഡിറ്റ് ചെയ്യും. പ്രോഫിറ്റ് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിന് നമ്മൾ ഡെബിറ്റും ചെയ്യും ഇവിടെ. ഓക്കെ. ഐറ്റംസ് മനസ്സിലായല്ലോ. വേറെ ഒരു ഐറ്റംസും ഇല്ല. ഡെബിറ്റ് സൈഡിൽ ആകെ വരുന്നതെന്ന് വെച്ചാൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, സാലറി ടു പാർട്ട്ണർ, കമ്മീഷൻ ടു പാർട്ട്ണർ, പിന്നെ പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ പ്രോഫിറ്റ് ഷെയർ ചെയ്യും. ക്രെഡിറ്റ് സൈഡിൽ വരുന്നതെന്ന് വെച്ചാൽ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് മാത്രമേ വരുള്ളൂ. പിന്നെ ലോസ് ആണ് വരുന്നതെങ്കിൽ ലോസ് ഷെയർ ചെയ്യാൻ, അല്ലാതെ വേറെ ഐറ്റംസ് ഒന്നും വരുന്നില്ല. ഓക്കെ. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഇനി ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് തന്നെ നമുക്ക് നോക്കാം. അപ്പൊ കുറച്ചുകൂടെ ക്ലിയർ ആവും.
ഓക്കെ, ഇതൊരു ക്വസ്റ്റ്യനാണ്. Amit, Babu and Charu set up a partnership firm on April 1, 2019. They contributed 50,000, 40,000 and 30,000 respectively as their capitals. Amit, Babu and Charu മൂന്ന് പാർട്ട്നേഴ്സ് ഉണ്ട് കേട്ടോ. അപ്പൊ 1 April 2019 ഇവര് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. ഓരോരുത്തരുടെയും ക്യാപിറ്റലും ക്വസ്റ്റിനിൽ തന്നിട്ടുണ്ട്. അപ്പൊ ഇവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ആണ് അടുത്ത തന്നേക്കുന്നത് 3:2:1. അപ്പൊ ഇത്രയുണ്ട്. അമിത് ഈസ് ടു ബി പെയ്ഡ് എ സാലറി ഓഫ് 1,000 പെർ മന്ത്. അപ്പൊ അമിത്തിനാണ് സാലറി. അമിത് എന്ന് പറയുന്ന ഫസ്റ്റ് പാർട്ട്ണർ പെർ മന്ത് 1,000 സാലറി ഉണ്ട്. ഓക്കെ, അപ്പൊ ഈ സാലറി എവിടെ കാണിക്കേണ്ടതാ? ഡെബിറ്റ് സൈഡിൽ വരണം. ഈ സാലറി പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ വരണം. കൂടാതെ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് വരയ്ക്കുമ്പോൾ അമിത്തിന്റെ ക്രെഡിറ്റ് സൈഡിൽ വരണമല്ലോ. അമിത്തിന്റെ റെസീപ്റ്റ് അല്ലേ ഇത്? പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് വരയ്ക്കുമ്പോൾ ഇത് അമിത്തിന്റെ റെസീപ്റ്റ് ആണ്. അപ്പൊ അമിത്തിന്റെ അക്കൗണ്ടിൽ ബൈ സാലറി എന്ന് പറഞ്ഞിട്ട് വരുവും വേണം ക്രെഡിറ്റ് സൈഡിൽ. അതാണ് ഇതിന്റെ ട്രീറ്റ്മെന്റ്. ഓക്കെ, അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. പിന്നെ ഉള്ളത് ബാബു എ കമ്മീഷൻ ഓഫ് 5,000. ബാബുവിന് കമ്മീഷൻ 5,000. അത് പെർ ആനം പെർ മന്ത് ഒന്നും പറഞ്ഞിട്ടില്ല. മൊത്തം 5,000 ആകെ കമ്മീഷൻ. അപ്പൊ അതും ഒരു പേയ്മെന്റാ. അപ്പൊ ഫേമിന് പേയ്മെന്റ് ആയതുകൊണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷണൽ അക്കൗണ്ടിൽ ബാബുസ് കമ്മീഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ ഐറ്റം ഡെബിറ്റ് ചെയ്യണം എന്തായാലും. പിന്നെ ബാബുവിന് ആ കമ്മീഷൻ എന്ന് പറയുന്ന ഒരു ഇൻകം, അതുകൊണ്ട് അയാളുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ ബൈ കമ്മീഷൻ എന്ന് എഴുതിയിട്ട് ബാബുവിന്റെ കോളത്തിൽ 5,000 എഴുതുകയും ചെയ്യും. ഓക്കെ, ഈ ക്വസ്റ്റ്യനിൽ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ചോദിച്ചിട്ടില്ല, ബട്ട് അതിന്റെ ട്രീറ്റ്മെന്റ് ഞാൻ പറഞ്ഞു പോവാണ് കേട്ടോ. അത്രേ ഉള്ളൂ. ഇറ്റ് ഈസ് ഓൾസോ പ്രൊവൈഡ് ദാറ്റ് ഇൻട്രസ്റ്റ് ഈസ് ടു ബി അലൗഡ് ഓൺ ക്യാപിറ്റൽ. ഇനി ഒരു ഐറ്റം, അടുത്ത എക്സ്പെൻസ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ഇതും നമുക്ക് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിലും കാണിക്കണം, പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിലും കാണിക്കണം. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഡെബിറ്റ് സൈഡിലാണ് വരേണ്ടത്. അതൊരു എക്സ്പെൻസാണ്. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 6% പെർ ആനം ആണ്. ആ 6% കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഇവരെ 3 പേരെയും ക്യാപിറ്റൽ തന്നിട്ടുണ്ട് 50,000, 40,000 ആൻഡ് 30,000. അതിന് മേലെയാണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് 6% വെച്ചിട്ട്. 50,000 ഇൻറ്റു 6/100, 40,000 ഇൻറ്റു 6/100, 30,000 ഇൻറ്റു 6/100. ഓക്കെ, അതത്രയായി. അത് കഴിഞ്ഞു. ഇനി അടുത്തത് ദ ഡ്രോയിങ്സ് ഫോർ ദ ഇയർ. അമിത് 6,000 ഡ്രോയിങ്സ് ഉണ്ട്. അമിത് 6,000 വിഡ്രോ ചെയ്തിട്ടുണ്ട്. ബാബു 4,000 വിഡ്രോ ചെയ്തിട്ടുണ്ട്. ചാരു 2,000 വിഡ്രോ ചെയ്തിട്ടുണ്ട്. ഈ ഡ്രോയിങ്സ് എന്ന് പറയുന്നത് നമ്മളെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ കാണിക്കത്തില്ല. പക്ഷെ നമ്മൾ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണമായിരുന്നെങ്കിൽ അവിടെ ഡെബിറ്റ് സൈഡിൽ ടു ഡ്രോയിങ്സ് എന്ന് പറഞ്ഞാൽ അവിടെ കാണിക്കേണ്ടി വന്നേനെ. മനസ്സിലായോ? അപ്പൊ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് നമ്മൾ ഡ്രോയിങ്സ് കാണിക്കത്തില്ല. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് മാത്രമേ കാണിക്കത്തുള്ളൂ. ഡ്രോയിങ്സ് കാണിക്കുന്ന ഒറ്റ പ്ലേസേ ഉള്ളൂ. അത് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡ് മാത്രമായിരിക്കും. അതെപ്പോഴും അങ്ങനെ തന്നെയാണ്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് നമുക്ക് കാണിക്കേണ്ട സ്ഥലം എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിലും കാണിക്കാം, പാർട്ട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ടിലും ഡെബിറ്റ് സൈഡിലും കാണിക്കാം. അപ്പോൾ നമുക്ക് ഒരു ഒറ്റ ഐറ്റേ ഉള്ളൂ ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ വരുന്നത്. അത് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ആണ്. അപ്പൊ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ക്വസ്റ്റ്യനിലുണ്ട്, ഇവിടെ തന്നിട്ടുണ്ട്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് 270 അമിത്തിൻ്റെത്, 180 ബാബു ആൻഡ് 90 ഓൺ ചാരു. 3 ആൾക്കാരുടെതും തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ക്രെഡിറ്റ് സൈഡിൽ ജസ്റ്റ് എഴുതി കാണിച്ചാൽ എഴുതി ആഡ് ചെയ്ത് ഔട്ടർ കോളം, ടോട്ടൽ ഔട്ടർ കോളം. ഓക്കെ, എന്നിട്ട് ഇനി നമുക്ക് ഇവിടെ നെറ്റ് പ്രോഫിറ്റ് തന്നിട്ടുണ്ട്. നെറ്റ് പ്രോഫിറ്റ് ഫോർ ദ ഇയർ എൻഡഡ് 31st March 2020 35,600. നെറ്റ് പ്രോഫിറ്റ് ആയതുകൊണ്ട് തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിലോട്ട് വേണം നമ്മൾ ക്യാരി ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി. പ്രോഫിറ്റ് ആയതുകൊണ്ട് ക്രെഡിറ്റ് സൈഡിൽ എഴുതും. പ്രോഫിറ്റ് ക്രെഡിറ്റ് സൈഡിൽ എഴുതിയിട്ട് പിന്നെയാണ് നമ്മൾ എക്സ്പെൻസുകളൊക്കെ എടുത്ത് എഴുതുന്നത്. സാലറി, കമ്മീഷൻ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. അപ്പൊ ഇത്രയും ഐറ്റംസ്. അപ്പൊ ഇതെല്ലാം ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഡിഫറൻസ് എടുത്ത് നോക്കണം. ഇവിടുത്തെ ടോട്ടലും ഈ ടോട്ടലും കൂടെ ഡിഫറൻസ് എടുത്ത് നോക്കണം. ഈ ടോട്ടൽ ഇത് 3 ഐറ്റമാണ് ഇവിടെ ഉള്ളത്. എന്നിട്ട് നമ്മൾ ഡിഫറൻസ് എടുത്ത് നോക്കുമ്പോൾ നമുക്ക് 36,200 ക്രെഡിറ്റ് സൈഡിലും 12 5 17 പ്ലസ്
7,200. അപ്പോൾ കുറവ് വരുന്നത് ഡെബിറ്റ് സൈഡിലാണ്. ഡെബിറ്റ് സൈഡിലാണ് നമുക്ക് ബാലൻസ് കിട്ടുക. നമുക്ക് ഡെബിറ്റ് സൈഡിൽ 24,200, അതായത് 12,000 പ്ലസ് 5,000 പ്ലസ് 7,200 24,200 വരും. 24,200ഉം 36,200ഉം ഡിഫറൻസ് എടുക്കണം. ഡിഫറൻസ് എടുക്കുമ്പോൾ ഇവിടെ 12,000 എന്ന് ഈ സൈഡിൽ കുറവുള്ള സൈഡിലല്ലേ നമ്മൾ എഴുതുന്നത്. അപ്പൊ ഇവിടെ 12,000 എന്ന് കിട്ടും. നമ്മൾ രണ്ട് സൈഡിൽ വലിയ സൈഡിൽ നിന്ന് ചെറിയ ബാലൻസ് ഉള്ള സൈഡ് കുറച്ചിട്ട് എവിടെയാണോ ഡെഫിഷ്യൻസി വരുന്നത് അവിടെ നമ്മൾ ബാലൻസിങ് ഫിഗർ എഴുതും. അപ്പൊ ഇവിടെ നമ്മൾ ബാലൻസിങ് ഫിഗർ ഡെബിറ്റ് സൈഡിൽ എഴുതി 12,000. അപ്പൊ രണ്ട് സൈഡിലും 36,200 കിട്ടും ആഡ് ചെയ്യുമ്പോൾ. ഓക്കെ, മനസ്സിലായോ? ഇനി ഈ കിട്ടിയ 12,000നെ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ വേണം ഡിവൈഡ് ചെയ്ത് കൊടുക്കാൻ. ഇവരെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ഈ ക്വസ്റ്റ്യനിൽ ആദ്യം തന്നിട്ടുണ്ട്. Their capitals are agreed to share profits and losses in the ratio 3:2:1. അപ്പൊ ഈ 12,000നെ നമ്മൾ ഈ 3:2:1 എന്നുള്ള റേഷ്യോയിലായി ഡിവൈഡ് ചെയ്തേക്കുന്നത്. 3:2:1 എന്നുള്ള റേഷ്യോയിലായി ഡിവൈഡ് ചെയ്തേക്കുന്നത്. അപ്പൊ 12,000 ഇൻറ്റു 3/6 അതാണ് 6,000. പിന്നെ 12,000 ഇൻറ്റു 2/6 ഇൻറ്റു 2/6 അതാണ് 4,000. കാരണം നമുക്ക് നമ്മുടെ റേഷ്യോ 3:2:1 ആണെങ്കിൽ ടോട്ടൽ 3, 4, 5, 6 അല്ലേ ഡിനോമിനേറ്ററിൽ വരുന്ന ടോട്ടൽ അല്ലേ? 6. അപ്പൊ നമുക്ക് ഇവിടെ റേഷ്യോ ആയിട്ട് അത് എടുക്കുമ്പോഴേ 3/6, 2/6, 1/6. അപ്പൊ 12,000നെ ഈ ഫ്രാക്ഷൻസ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്തിട്ടാ ഈ ആൻസേഴ്സിലോട്ട് എത്തുന്നത്. 6,000, 4,000, 2,000 കേട്ടോ. മനസ്സിലായി? കാൽക്കുലേറ്റ് ചെയ്യുന്ന എങ്ങനെയാന്ന് വെച്ചാൽ നമുക്കിപ്പോ ഐറ്റംസ് ക്രെഡിറ്റ് സൈഡിലുള്ളത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നെറ്റ് പ്രോഫിറ്റ് 35,660. അത് കഴിഞ്ഞിട്ട് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് അതും ക്വസ്റ്റിനിൽ തന്നിട്ടുണ്ട്. അതും നമ്മൾ എടുത്തെഴുതി. ക്രെഡിറ്റ് സൈഡിൽ ടോട്ടൽ 36,200. അത് മനസ്സിലായോ? ഇനി നമുക്ക് എക്സ്പെൻസ് ആയിട്ട് ആകെ വരുന്നത് അമിത്തിന് സാലറി ഉണ്ട്, ബാബുവിന്റെ കമ്മീഷൻ, പിന്നെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 3 പേർക്ക്. അപ്പൊ ഇതെല്ലാം കൂടെ എഴുതിയിട്ട് ടോട്ടൽ ചെയ്തപ്പോ നമുക്ക് 24,200 കിട്ടിയെന്ന് പറഞ്ഞു. അതിലും ഡൗട്ട് ഇല്ലല്ലോ? ഇല്ല. അപ്പൊ 36,200 മൈനസ് 24,200 ചെയ്തപ്പോഴാണ് നമുക്ക് ഈ 12,000 ഇവിടെ ബാലൻസിങ് ഫിഗർ കിട്ടുന്നത്. ഈ 12,000 ഓക്കെ ആണല്ലോ? ഇനി ഈ കാൽക്കുലേഷൻ മാത്രമല്ലേ ഉള്ളൂ അതിനകത്ത് എങ്ങനെയാ ചെയ്തതെന്ന്. അതായത് 3:2:1 എന്നുള്ള റേഷ്യോയിലാണ്. അത് ഏതാണോ ഇവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ആ റേഷ്യോയിൽ വേണം നമ്മൾ ഇവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ ഈ 12,000നെ. മനസ്സിലായോ? അപ്പൊ ഈ 3:2:1 നമുക്ക് ക്വസ്റ്റിനിൽ തന്നിട്ടുണ്ട്. ഈ 3:2:1 എങ്ങനെ ഫ്രാക്ഷൻ ആയിട്ട് എടുക്കണമെന്ന് വെച്ചാൽ 3 + 2 + 1. അപ്പോൾ 3, 4, 5, 6 ആണ് ഡിനോമിനേറ്റർ ആയിട്ട് വരുന്നത്. ടോട്ടൽ വേണം ഡിനോമിനേറ്ററിൽ എടുക്കാൻ. അപ്പൊ നമുക്കിവിടെ 3 ഫ്രാക്ഷൻസ് ആ വരുന്നത്. 3/6, 2/6, 1/6. അമിത്തിന്റെ ഷെയർ 3/6, ബാബുവിന്റെ ഷെയർ 2/6, ചാരുവിന് 1/6. ഇത്രയും ക്ലിയർ ആണോ? ഇനി ഇതിന്റെ കാൽക്കുലേഷൻ എന്ന് പറയുന്നത് ആ 12,000നെ ആദ്യം 3/6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ അമിത്തിന്റെ ഷെയർ കിട്ടും 12,000 ഇൻറ്റു 3/6. 6ന്റെ ടേബിളിൽ 12 ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് എളുപ്പമാണ്. 6 × 2 12. അപ്പൊ 3 × 2 6,000. അപ്പൊ കാൽക്കുലേഷൻ ഓക്കെയാ അല്ലേ? 12,000 ഇൻറ്റു 3/6. അതെ. ഇനി രണ്ടാമത്തെ ആൾക്ക് ബാബുവിന് 12,000 ഇൻറ്റു രണ്ടാമത്തെ ഫ്രാക്ഷൻ 2/6. 12,000 × 2/6. ഇവിടെ 6ഉം 12ഉം പോവും. 6 × 2 12. അപ്പൊ 2 × 2 4, 4,000. മൂന്നാമത്തെ ആൾക്ക് 12,000 ഇൻറ്റു 1/6. അയാളുടെ ഫ്രാക്ഷൻ 1/6 ആണ്. അപ്പൊ 6ന്റെ ടേബിളിൽ 6 × 2 12. അപ്പൊ ഇവിടെ 2,000. അപ്പൊ അതുമായി കണ്ടോ? ഇത്രേ ഉള്ളൂ. അപ്പൊ ഇത് മാത്രം ഒന്ന് ചെയ്തു നോക്കണം കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. ഇത്രേ ഉള്ളൂ. അപ്പൊ നമ്മൾ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ചെയ്യാൻ പഠിച്ചു. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് പഠിച്ചു പാർട്ട്ണർഷിപ്പിന്റെ. ഓക്കെ.